ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ രഹസ്യമൊഴിയിലും അവർ ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക്. ഞങ്ങൾക്കും പേടിയൊക്കെ തോന്നി. എനിക്ക് പേടി, ഞാൻ ബോൾഡായിട്ട് നിൽക്കുന്നു എന്ന് കരുതി എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. അപ്പൊ ഇയാളുടെ അധികാരം വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോ മിണ്ടാതെ ഇരിക്കാമെന്ന് ഒരു സ്ത്രീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെ തെറ്റുകാരിയാവും? അങ്ങനെ രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. രാഹുൽ ഇപ്പൊ വീണ്ടും രാഹുലിന് കുരുക്കുണ്ടാക്കാൻ വേണ്ടി ഓരോ ന്യൂസുമായിട്ട് അങ്ങ് വരുമോ? ഫേക്ക് ന്യൂസ് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഈ ടി വി വരുന്ന എല്ലാ ന്യൂസും എല്ലാം നിങ്ങളൊന്ന് വിശ്വസിക്കുമോ? നമ്മുടെ ടി വി എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ പണ്ട് മുതൽ ടി വിയിലാണ് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടി വി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ വരുന്നത്? പണ്ടുള്ള ആൾക്കാർ ടി വി മാത്രം ആശ്രയിച്ചിരിക്കും. പണ്ട് ദൂരദർശനായിരുന്നു, പിന്നെ 1-2 ന്യൂസ് ചാനലിൽ മാത്രം വരും. ദൂരദർശനം ഇല്ലെങ്കിൽ അതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസിലോ മനോരമ ന്യൂസിലോ അങ്ങനെയുള്ള ന്യൂസിൽ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും. അതെല്ലാം ഇങ്ങനെ ആകാംക്ഷയോട് ഇങ്ങനെ, സത്യം പറഞ്ഞാൽ ഒരു ഏപ്പടം, അതായത് ഒരു ഏപ്പടം വന്നു കഴിഞ്ഞാൽ അത് കാണുന്ന കുറെ ടീംസുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ആകാംക്ഷയായിട്ട് ഇരിക്കുമ്പോൾ ചില ആൾക്കാരുണ്ട്, അതായത് ഈ രാഷ്ട്രീയം അതൊക്കെ കൊണ്ട് നടക്കുന്ന അവരിതുപോലെ ഈ രാഷ്ട്രീയ ന്യൂസോ ഇതുപോലെ എന്തെങ്കിലും പീഡന വീര കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആകാംക്ഷയോട് ഇങ്ങനെ ഇരിക്കും. അതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു ചായക്കടയിൽ പോയി അങ്ങോട്ട് ഇരുന്നിട്ട് ഇങ്ങനായിരുന്നു, എടാ ദിവാകര ഇന്നപോലായിരുന്നു സംഭവം കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞായിരുന്നു? ആ പയ്യൻ കാണിച്ച ഓരോ തോന്നിവാസങ്ങളൊക്കെ ഇതുപോലുള്ള സമൂഹത്തിൽ അങ്ങനെയൊക്കെ കുറെ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി വലിയ പ്രമാണിച്ചമഞ്ഞ് ആവശ്യമില്ലാത്ത ഇച്ചിരി എരിവും പുളിയും ഒക്കെ കയറ്റി വിടുന്ന കുറെ ആൾക്കാരുണ്ട്. പണ്ടുള്ള കാലത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അതേ നമ്പർ പരിപാടിയാണ് ഇവിടുത്തെ ന്യൂസുകാർ എപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കാലം മാറി കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ഈ ന്യൂസ് സംസാരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണ്. 3ാമത്തെ പെണ്ണിന്റെ മൊഴി എടുത്തു എന്ന് പറയുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു പെണ്ണിന്റെ മൊഴി എടുക്കുന്ന സമയം ഇപ്പോഴാണോ? കേരള പോലീസിന് അതായത് പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ ഒരു മൊഴിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. ഇത് എന്തിന് ഇപ്പോഴാണോ എടുക്കണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണോ ഈ ഒരു സംഭവമായിട്ട് വരുന്നത്? ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇത് യോജിക്കുന്നുണ്ടോ? ഇപ്പോഴാണോ ഇത് ഇറക്കേണ്ടത്? ശബരിമല പോലുള്ള കേസുകെട്ടുകൾ കാര്യങ്ങൾ ഇനിയും പൊങ്ങി വരുമെന്ന് ഇവന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് പിന്നെയും ഇതുപോലുള്ള കേസുകെട്ട് ഇങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു നാണവമാനം ഇല്ലാതെ. നാണം കെട്ട വർഗ്ഗങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ. നാണം കെട്ട വർഗ്ഗങ്ങൾ ഇവന്മാർ കാണിക്കുന്ന ഓരോ തോന്നിവാസം എന്ന് തന്നെ പറയാം. കേസിന് അയാത്തിന് ജാമ്യവും കാര്യങ്ങളും ഒക്കെ കിട്ടുകയൊക്കെ ചെയ്ത്, അതായത് പരസ്പര സമ്മതത്തോടാണ് പെണ്ണും ചെറുക്കിനും ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി എന്നുള്ള തെളിവ് ഉണ്ടായിട്ട് പോലും ഇപ്പൊ പെണ്ണിന്റെ മൊഴി എടുക്കുന്നത്. ഇത് ആദ്യം ചെയ്യേണ്ടതല്ല. എന്തുകൊണ്ട് ആദ്യം ചെയ്തില്ല? എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആദ്യം ഇത് ചെയ്തില്ല, ഇപ്പൊ എടുക്കുന്നു. നിങ്ങൾ പറ, എന്തിനാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നേ? മീഡിയക്കാരെ എന്തിനാ മേടിച്ച പൈസക്ക് പണിയെടുക്കണം? നാണം കെട്ട വർഗ്ഗങ്ങൾ. ഓക്കെ, എന്തായാലും ഇന്നത്തെ ന്യൂസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വാ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ റിനി ജോർജിന്റെ ഇന്നത്തെ വാലന്റൈൻസ് പോസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ചേച്ചിയുടെ പോസ്റ്റ് ആണെങ്കിൽ പോലും ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അതുപോലെ പ്രശ്നങ്ങളാണല്ലോ കേരളത്തിൽ 3-4 മാസം കൊണ്ട് ഉണ്ടാക്കി വെച്ചത്. എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു പ്രണയം തോന്നുന്നു ഗൈസ്. ആരോടാ പ്രണയം തോന്നുന്നത്? എന്തായാലും ഞാനൊരു കാര്യം തുറന്നു പറയാം, ഇവരുടെ കല്യാണം കേരളക്കാർ വെയിറ്റ് ചെയ്യും, ഉറപ്പാണ്. കാരണം കെട്ടാൻ പോകുന്ന ചെറുക്കനെ കാണാൻ വേണ്ടി എല്ലാ ജനങ്ങളും വെയിറ്റ് ചെയ്യും, ഉറപ്പാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം കൊണ്ട് തൊലച്ച ഒരു സ്ത്രീ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം കൊണ്ട് തൊലച്ച ഒരു സ്ത്രീ. കൂടുതലായിട്ട് ഞാൻ ഒന്നും വർണ്ണിക്കുന്നില്ല. എന്തായാലും ന്യൂസിലോട്ട് പോകുമ്പോൾ രാഹുൽ പാലക്കാട് മത്സരിക്കണം എന്ന ആഗ്രഹമുള്ള അമ്മമാരും ചേട്ടന്മാരും എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്നും കൂടെ കമന്റ് കൊടുക്കുക. കാരണം ഇപ്പോഴും അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെരുവ് നായെ പോലെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ മാധ്യമങ്ങളാണെങ്കിൽ പോലും പോലീസുകാരാണെങ്കിലും പോലും. കേരളത്തിലെ പോലീസുകാർ ഇനി ഉത്തരം പറയേണ്ടി വരും. അന്നത്തെ അറസ്റ്റ്, രാത്രി 12 മണിക്കത്തെ അറസ്റ്റിന് ഉത്തരം പറയേണ്ടി വരും. കാരണം അതുപോലത്തെ തോന്നിവാസമല്ലേ കാണിച്ചത്. ഒരു മുക്കുമൂലം അറിയാതെ ഒരു പെണ്ണ് എവിടെ നിന്ന് ഒരു പരാതി അയച്ചെന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ ശബരിമല വിഷയം വന്നപ്പോൾ കൊണ്ട് അറസ്റ്റ് അങ്ങ് ചെയ്യിപ്പിച്ചു. അവിടുത്തെ രാഷ്ട്രീയ കളി ഇതാണ്. ഇവിടുത്തെ രാഷ്ട്രീയ കളി. ഈ തോന്നിവാസങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം, ഈ തോന്നിവാസങ്ങൾ. ഓക്കെ, എന്തായാലും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. എന്തായാലും ഇന്നത്തെ ന്യൂസ് ഒക്കെ ഒന്ന് കേട്ടിട്ട് വാ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ജനങ്ങളെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തിയത്. വിദേശത്തുള്ള യുവതി ഇന്ത്യൻ എംബസിയിലെത്തിയാണ് വീഡിയോ കോൺഫറൻസിലൂടെ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വളരെ സുപ്രധാനമാണല്ലോ ഈ നീക്കം. 3ാം പരാതി അത് വളരെ ഗൗരവമുള്ള പരാതി തന്നെയാണ്. എന്തായാലും വിദേശത്തുള്ള യുവതി വീഡിയോ കോൺഫറൻസ് വഴി പരാതി നൽകിയെങ്കിൽ രാഹുലിനെതിരെ വലിയ കുരുക്ക് ഈ കേസിൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതണോ?
വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ പരാതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് അതീവ രഹസ്യമായി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡിലാകുകയും 18 ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ കഴിയുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്. പിന്നീടാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ആദ്യ പരാതിയിലടക്കം മുൻകൂർ ജാമ്യം അനുവദിച്ചതിൻ്റെ ആശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിലാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് വീഡിയോ കോൺഫറൻസിലൂടെ 164 സ്റ്റേറ്റ്മെന്റ് അഥവാ രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. ഇതോടെ ഈ പരാതിക്ക് നിയമസാധുത കൈവന്നിരിക്കുകയാണ്. ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ആദ്യം പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ രഹസ്യമൊഴിയിലും അവർ ആവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സൂചനകളാണ് നമുക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും കേസിന്റെ തുടർ നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം മുമ്പോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യ കേസിലെ അതിജീവിതയും രഹസ്യമൊഴി നൽകിയിരുന്നു. എന്നാൽ മറ്റ് 2 കേസുകളിൽ രഹസ്യമൊഴി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം പരാതിക്കാർ മജിസ്ട്രേറ്റിനെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് എന്തിനാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ, രാഹുലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? നിങ്ങൾക്ക് ഇതൊന്നും ഇപ്പോഴത്തെ ജനങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് കൂടുതലും നമുക്ക് ഈ വിഷമം വരുന്നത്. ഇതൊന്നും അറിയാതെ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം എങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര നാളെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരു തെളിവുമില്ല കേട്ടോ. ഒരു കാര്യം പറയാലോ, എന്നാലും പരസ്പര സമ്മതത്തോടാണ് കാര്യങ്ങൾ നടന്നതെന്ന് എല്ലാം കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ന്യൂസൊക്കെ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി, എന്നിട്ട് പോലും ഇതിനെക്കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ ന്യൂസ് വന്നതാണല്ലോ, പിന്നെ എന്തിനാണ് ഈ യുവതിയുടെ മൊഴിയും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്? കാരണം കേരള പോലീസിന് ഇവിടെ 18ന്റെ പണി കിട്ടുമെന്നറിയാം. വെറുതെ ഇരിക്കുന്ന ഒരുത്തനെ പിടിച്ച് അറസ്റ്റ് ചെയ്തതാണ്. രാഹുൽ ഈശ്വറിന്റെ സംഭവം ഇത് തന്നെയായിരുന്നു. ഒരു ഫോട്ടോ വെച്ചെന്നും പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ ഇങ്ങനെ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയാണെങ്കിലോ, ഇത് കാണുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥ വന്നാലോ, ഇവിടെ ഏറ്റവും കൂടുതൽ വിഷവിത്തുകൾ ആരാന്നറിയോ? മാധ്യമങ്ങളാണ്. ഉള്ള കാര്യം തുറന്നു പറയാലോ. അവരതുപോലത്തെ തോന്നിവാസങ്ങളായിരിക്കും ഒരു ന്യൂസിൽ കൂടെ വിടുന്നത്. പരസ്പര സമ്മതത്തോടെ ഒരു പെണ്ണും ചെറുക്കനും കൂടെ ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ, നാളെ ആ പെണ്ണ് ഒരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞ് നാളെ ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇവൾമാർ ആദ്യം കൊണ്ട് കൊടുക്കുന്ന എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ടുള്ള കേസാണ്. സമൂഹത്തിൽ ഇങ്ങനെ ആയിരിക്കും. നാളത്തെ പത്രത്തിൽ വരുന്ന ഇങ്ങനെയാണ്, ഇന്ന പയ്യൻ ഇന്ന പോലെ ഇന്ന കൊച്ചിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നേ വരത്തുള്ളൂ. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചേ. അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പോലും നമ്മുടെ നാട്ടുകാർ, നമ്മുടെ അയൽക്കാരുൾപ്പെടെയാണെങ്കിൽ പോലും നമ്മൾ വെറുതെ വിടുവോ? അവരിങ്ങനെ പറയും അവൻ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. ഇവിടുത്തെ നാട്ടിൻ്റെ രീതികൾ എങ്ങനെയാണ്? കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കൂടുതലും സങ്കടം എന്താണെന്ന് വെച്ചാൽ ന്യൂസാണ്. കാരണം ജനങ്ങൾ അറിയുന്നതല്ല ഈ ന്യൂസും. അതിൽ കൂടെ അവിടെയും കള്ളങ്ങൾ പറയുകയാണെങ്കിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഇതുപോലുള്ള പച്ചക്ക് പറയുന്നവന്മാരൊക്കെ എന്ത് പറയും? ഓക്കെ, ബാക്കി കൂടെ വെക്കാം. പ്രത്യേക അന്വേഷണ സംഘത്തോടും അവർ അത് തന്നെയാണ് വ്യക്തമാക്കിയത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ഈ വിദേശത്തുള്ള ഇന്ത്യൻ എംബസിയിലെത്തി വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ഈ യുവതി ഇപ്പോൾ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. വരുന്ന 16-ാം തീയതി മുതൽ 3 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകാനിരിക്കെയാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി കൂടി രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. യെസ്, എന്തായാലും വളരെ സുപ്രധാനമായ നീക്കമാണ് ഇതിൽ സംഭവിക്കുന്നത്. രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു പോലീസ് എന്നതാണ് സാഹചര്യം. ഇത് കേസിനെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുമെന്നതാണ് സാഹചര്യം. എന്തായാലും ഇതിൻ്റെ തുടർ നീക്കങ്ങൾ അത്തരത്തിൽ കൂടി ഉണ്ടാവാം. എന്തായാലും മൂന്നാമത്തെ ഒരാളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഗൾഫിൽ നിന്നൊരു പെണ്ണ് ഇപ്പൊ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസം 3 ദിവസത്തിനുള്ളിൽ നാട്ടിൽ ഹാജരാകണമെന്നൊരു ഇതുണ്ട്. അത് ഇതുവരെ ആയിട്ടില്ല. അപ്പൊ ആ ഒരു കേസിന് അത്ര വാല്യൂവും കാര്യങ്ങളും ഇല്ല. എന്നിട്ടും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ കളി എന്തുമാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല ഇന്ന് ഈ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ചർച്ച ചെയ്യേണ്ടതാണോ? നിങ്ങൾ പറ, ആണോ? കാരണം ഇവിടെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ കള്ളമാണ് നടന്നിരിക്കുന്നത്. അതായത് ശബരിമല വിഷയം, അത് ഒഴിപ്പിക്കാൻ വേണ്ടി രാഹുലിന്റെ പെണ്ണ് കേസ് ഇടുകയും ചെയ്തു. അതുകൊണ്ട് എന്താണ്, രാഹുലിന് നല്ല മൈലേജും കാര്യങ്ങളും ഉണ്ടായി. അതുപോലെ തന്നെ കോൺഗ്രസിനെ പറ്റി അബദ്ധം എന്താണെന്ന് വെച്ചാൽ രാഹുലിനെ പുറത്താക്കി. ഇതിപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നെങ്കിലും അവന്മാര് വെളുപ്പിച്ച് കൊച്ചിനെ വരെ വെളുപ്പിക്കും. ആ നാറികളാണ് അവന്മാര്. ഇതൊന്നും പറഞ്ഞു കൊടുത്ത മനുഷ്യർക്കൊന്നും മനസ്സിലാവത്തില്ല. ഏതോ ഒരുത്തം വന്നിട്ട് ഏതോ കാര്യങ്ങൾ പറയും.
ഞാനൊരു കാര്യം പറയാം, ന്യൂസിൽ വരുന്ന ചില കാര്യങ്ങൾ നമ്മളെടുത്ത് വെച്ച് സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് അന്വേഷണവും കാര്യങ്ങളൊക്കെ ഓരോ വ്യക്തികളെ വിളിക്കാറുണ്ട്, ചിലപ്പോൾ പോലീസുകാരെ വിളിക്കാറുണ്ട്, വക്കീലന്മാരെ വിളിക്കാറുണ്ട്. ഇതൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒരു 80% കള്ളമാണ്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പം നിങ്ങളത് മനസ്സിലാക്കാനുള്ളൊരു ബോധം പോലും സാധാരണപ്പെട്ട ജനങ്ങളായി നിങ്ങൾക്ക് അതില്ല എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് കൂടുതലും വിഷമം വരുന്നത്. ഓക്കെ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു കോമഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കോമഡി എന്ന് വെച്ചാൽ ഭയങ്കര കോമഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ വെറും മണ്ടരാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇതൊക്കെ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം അവസാനം കൊണ്ട് ചെയ്തിട്ട് എന്താണ്? ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ വിധിയൊക്കെ നടത്തി കഴിഞ്ഞതാണ്. പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഇവളെയൊക്കെ പിടിച്ചിട്ട് ഇത് ചെയ്യുന്നത്? ജനങ്ങളെ മണ്ടരാക്കുന്നു കിഴങ്ങന്മാരെ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും മാത്രം ഉള്ളൂ. ഇതിപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം അവസാനം കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെയും ന്യൂസിൽ കൊണ്ടിടുക. 4ാമത്തെ യുവതി രംഗത്ത്, ഉടനെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 4ാമത്തെ യുവതി 1 മാസത്തിനുള്ളിൽ അവൾ വന്നിരിക്കും, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും അതിന്റെ കാര്യങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. 4ാമത്തെ യുവതി വന്നിട്ട് അത് വീണ്ടും ചർച്ചയാക്കും. നിങ്ങൾ കണ്ടോ, ഈ ഒരു പാർട്ടി, ഇന്ന് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചെറിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ 4ാമത്തെ പെണ്ണ് കേസ് വന്നിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊക്കെ ഒരു കോമഡി കേസ് ആയിട്ട് മാറും. സീരിയസ്ലി ഞാൻ പറയാലോ, ഇതുപോലുള്ള പെണ്ണുങ്ങൾ, ഈ ഷഹനാസിനെയും റിനിയും പിന്നെ കുറെ അതിജീവിതന്മാരുണ്ടല്ലോ, ഇവളും ഞാൻ പറയട്ടെ, പരസ്പര സമൂഹത്തോടൊരു സംഭവം നടന്നാൽ, ഒരു ബന്ധം നടന്നു കഴിഞ്ഞാൽ അവൾ എങ്ങനെ അതിജീവിതയാവും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്ത്രീകളോടും കൂടെ ചോദിക്കുന്നേ. പരസ്പരമായിട്ട് ഒരാണും പെണ്ണും ആണും പെണ്ണും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നാളെ അവൾ കൊണ്ട് കേസ് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് അവൻ നിരപരാധിയാണെന്ന് അറിയുമ്പോൾ ഈ അതിജീവിത ഇതെന്നൊക്കെ പറയുന്ന വലിയ ഇതുണ്ടോ, കഴമ്പുണ്ടോ? ഇല്ല. ചുമ്മാ അങ്ങ് പടച്ചു വിടുക. ദേവി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യല്ലേ, അത്ര ഞാൻ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഓൾ ഗൈസ്.